ഹായ് ഓൾ, PSC എക്സാമിൽ ചോദിച്ചിട്ടുള്ള റിട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ചോദ്യം ഇതാണ്: സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊഹിബിഷൻ, സെർഷ്യോററി, മാൻഡമസ്, ഹെബിയസ് കോർപ്പസ്. അപ്പൊ നമുക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാനായിട്ട് നിർബന്ധിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്, അല്ലെ? മാൻ ഡു എന്നുള്ളതാണ് നമ്മൾ ഈ മാൻഡമസിൽ പറയാറ്. അപ്പോൾ എന്താണ്, ഒരു വ്യക്തി അയാളുടെ കടമകൾ നിർവഹിക്കാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളോട് നമ്മൾ പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോവാം, അല്ലെ? പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രൊഹിബിറ്റ് ആണ്, ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധികൾ ലംഘിക്കുന്ന സമയത്ത് അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന റിട്ടാണ് ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെർഷ്യോററി എന്ന് വെച്ചാൽ എന്താ? സെർഷ്യോററി എന്ന് പറയുന്നത് നമ്മൾ കേസുകൾ ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെ? കീഴ്ക്കോടതിയിൽ നിന്നും കൂടുതൽ പരിഗണനകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ മേൽക്കോടതിയിലോട്ട് കേസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെർഷ്യോററി എന്നോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മറ്റൊന്നാണ് ഈ പറയുന്ന ഹെബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹെബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ എന്താണ്? അന്യായമായിട്ട് തടങ്കിലാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാൻ പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പറയുന്ന ഹെബിയസ് കോർപ്പസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ 5 റിട്ടുകളാണ് നമ്മുടെ പുറപ്പെടുവിക്കുന്നത്. സുപ്രീം കോടതി ആണെങ്കിൽ ഹൈക്കോടതിക്കൊക്കെ റിട്ട് പുറപ്പെടുവിക്കുന്നത് അധികാരം ആർട്ടിക്കിൾ 32 നൽകുന്നത്. അപ്പൊ ഇപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്, പഠിച്ചു വെക്കുക. സോ താങ്ക് യു.